ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടാറ്റ നെക്സോണിൽ മറ്റൊരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത്. നമ്മൾ 3Mൻ്റെ ടയർ ഡ്രസ്സറാണ്. അപ്പോൾ നമ്മൾ ടയറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 3Mൻ്റെ ഒരു സ്പ്രേ ലിക്വിഡാണത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഓൺലൈൻ വാങ്ങിയാണ്, ആമസോണിൽ നിന്ന് വാങ്ങിയാണ്. MRP കൊടുത്തിരിക്കുന്നത് 450 അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ നമ്മൾ ടയറിൽ യൂസ് ചെയ്യുന്ന ഫോമിൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മൾ ഈ ഒരു ബാക്ക് ടയറിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ടാറ്റ നെക്സോണിൻ്റെ ഈ ഒരു റിയർ ടയറിൽ ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു ടയർ ഡ്രസ്സിൽ, അതായത് ഈ ഒരു 3M കാർ കെയറിൻ്റെ ഈ ഒരു ടയർ ഡ്രസ്സ് നമ്മൾ ഈ ഒരു ടയറിലേക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്ത് വിടുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടയർ ഡ്രസ്സർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകിൽ ഒരു ക്ലോത്ത് വെച്ചൊന്ന് തുടച്ചു കൊടുക്കുക, ഒരു മൈക്രോഫൈബർ ക്ലോത്ത് വെച്ച്. അപ്പോൾ നമ്മൾ അതിൽ ഈ ഒരു ബ്രഷ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് വെച്ചൊന്ന് ഈ ഒരു ലിക്വിഡ് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മൾ ടയറിലുള്ള തലയൊക്കെ നന്നായി ഇളകി വന്നിട്ടുണ്ട്. ഈ ഒരു ടയർ നമ്മൾ വൈപ്പ് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു ഇത് അപ്ലൈ ചെയ്ത് വിട്ടിട്ടുള്ള റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈ ആകുമോ, ഡ്രൈ ആയതിനു ശേഷമുള്ള റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ടയറിൽ നമ്മൾ ഈ ഒരു 3M ഡ്രസ്സ് അപ്ലൈ ചെയ്തിട്ട് ഉടനെ തന്നെ ഈ ഒരു ക്ലോത്ത് വെച്ചൊന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴുള്ള റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഈ ഒരു ടയർ ഡ്രസ്സർ അപ്ലൈ ചെയ്തു നമ്മുടെ കയ്യിലുള്ള ഒരു നോർമൽ ക്ലോത്ത് വെച്ചാൽ നമുക്കിപ്പോൾ അതിൽ മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചും ചെയ്യാം. നമ്മൾ ടയറായതുകൊണ്ട് നോർമൽ ക്ലോത്ത് വെച്ചാണ് ചെയ്യാറ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ടയർ ഡ്രസ്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത ടയറാണ്. അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ വെള്ളം അടിച്ച് കഴുകി നോക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു ടയർ ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണുള്ളത്. കളർ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആ ഒരു ഷൈനിങ് ഇല്ല. കാരണം ആ ഒരു ലിക്വിഡ് നമ്മൾ കംപ്ലീറ്റ് കഴുകി കളഞ്ഞുകൊണ്ട് ഈ ഒരു ലുക്കിലാണ് ഇപ്പോൾ നമ്മുടെ ടയറുള്ളത്. നമുക്ക് സെക്കൻഡ് ടയറിലേക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ടയറിൽ നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് വിട്ടിട്ടുള്ളൂ, നമ്മൾ വൈപ്പ് ചെയ്തിട്ടൊന്നുമില്ല. ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഈ ഒരു നമ്മൾ രണ്ടാമത് അപ്ലൈ ചെയ്ത ഈ ഒരു ടയറുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോഴും ആ ഒരു ലിക്വിഡ് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്തായാലും ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം വൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിലേക്ക് ഉണ്ടാവുക. ഇനി നമുക്ക് മൂന്നാമത്തെ ടയറിലേക്ക് നോക്കാം. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു ക്ലോത്ത് വെച്ച് വൈപ്പ് ചെയ്ത മൂന്നാമത്തെ ടയറിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഈ ഒരു ടയറുള്ളത്. അപ്പം ഇതാണ് നമുക്ക് ആക്ച്വൽ റിസൾട്ട് തന്നിരിക്കുന്ന ടയർ. നമ്മൾ ആ ഒരു ടയർ ഡ്രസ്സർ അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു ക്ലോത്ത് വെച്ച് വൈപ്പ് ചെയ്തപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നല്ല നീറ്റ് ക്ലീനായിട്ട് നമുക്ക് ഈ ഒരു ടയർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അലോയ് വീൽസിലേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല, ഈ ടയറിന് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഗൈസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ. നമ്മുടെ ഈ ഒരു 3Mൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത ചെറിയൊരു വീഡിയോ. അപ്പം ടയർ നല്ല നീറ്റാക്കി ക്ലീനാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒരു ക്ലോത്ത് വെച്ചൊന്ന് വൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. ഗൈസ്, അപ്പോൾ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം.